Hey my dear children, once again warm welcome to 4th grade EVS classroom. എല്ലാവർക്കും ഒരിക്കൽ കൂടി 4ാം ക്ലാസ്സിലെ EVS ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ നമ്മൾ നമ്മുടെ EVS ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ മലയാളം സംസാരിച്ചിട്ടില്ല. പക്ഷേ മലയാളം മീഡിയം കുട്ടികളും നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്നു, ശ്രവിക്കുന്നു, അതിലൂടെ പഠിക്കുന്നുണ്ട് അറിയുന്നത് കൊണ്ടും അവരുടെ ആവശ്യപ്രകാരം കൊണ്ടുമാണ് നമ്മൾ മലയാളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും EVS ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. So friends, do you remember our last class? Yes. Can you tell me how many assignments you have got? Yes, very good. So now we are going to check and conclude your assignments. Are you ready? Okay, good. Yes, the first assignment was name some organisms which live in the soil. അല്ലേ? അതേ കൂട്ടുകാരെ, മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെ പേര് കണ്ടെത്താനായിരുന്നു ആദ്യമായിട്ട് ഹോംവർക്ക് തന്നിരുന്നത് അല്ലേ? So listen, organism which lives in soil. Organism that dwell in the soil means live in the soil. നമുക്കറിയാം ant, ഉറുമ്പ്, snake, പാമ്പ്, grass, പുല്ല്, earthworm. What is earthworm? മണ്ണിരയ്ക്കാണ് earthworm എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് antlion എന്ന് വെച്ചാൽ കുഴിയാന. എന്താ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? കാണുന്ന പോലെ അത്ര വലിയ ആളുകളൊന്നുമില്ല, ഇവർ ഇത്തിരി കുഞ്ഞന്മാരാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടില്ലേ ഇത്തരം ചെറിയ ചെറിയ കുഴികൾ? ഈ കുഴിയിൽ വീഴുന്ന ഉറുമ്പുകളെ ഭക്ഷിക്കുന്ന ജീവിയാണിത്. അതുകൊണ്ടാണ് ഇവരെ ആൻഡ് ലയൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടെർമൈറ്റ്. ആരാണ് മനസ്സിലായ കൂട്ടുകാരെ? അതെ, ചിതലാണ് ടെർമൈറ്റ്. നല്ല നല്ല മരങ്ങൾ വരെ മണ്ണിൻ്റെ സഹായത്തോടെ കഴിക്കുന്ന പുള്ളിയാണ് ടെർമൈറ്റ് എന്ന ചിതൽ. പിന്നെ നമുക്കറിയാം മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഇത്തരത്തിലുള്ള എല്ലാ മരങ്ങളും മണ്ണിൽ നിന്നാണ് വളരുന്നത്. പിന്നെ എന്താണ് ഈ മില്ലിപ്പേർ? ഇയാളാണ് മില്ലിപ്പേർ. കണ്ടിട്ടില്ലേ? ഇയാളെ തൊട്ടാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ചുരുണ്ട് കൂടി കിടക്കും. കണ്ടിട്ടില്ലേ? തേരട്ട, അതാണ് മില്ലിപ്പേർ. ട്രീസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ എഴുതിയിട്ടുള്ളത് ടച്ച് മീ നോട്ട് പ്ലാന്റ്. എന്താണ് ടച്ച് മീ നോട്ട് പ്ലാന്റ്? ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞാൽ വാടിക്കാണ് ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. എല്ലാ പ്ലാന്റുകളും നമുക്കറിയാം, ഭൂരിഭാഗം പ്ലാന്റുകളെല്ലാം വളരുന്നത് മണ്ണിൽ തന്നെയാണ്, അക്വാറ്റിക് പ്ലാന്റ്സ് ഒഴിച്ച്. അതുപോലെ മരങ്ങളും എല്ലാം അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാർ പലരുടെയും അസൈൻമെൻറ്റിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ജീവികൾക്കൊന്നും തന്നെ മണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, ആൻഡ്, സ്നേക്ക്, ഗ്രാസ്, എർത്ത് വോം, ആൻഡ്ലിയൻ, ടെർമൈറ്റ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, മില്ലിപ്പേർ, ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്. ഇതിൽ ട്രീസൊക്കെ എല്ലാ ട്രീസും മണ്ണിൽ തന്നെയാണ് വളരുക. ഓക്കെ, അപ്പോൾ ജനറൽ കാര്യങ്ങളിൽ നിന്ന് ചില ഇത് മാത്രം നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി എടുത്തതാണ്. ഓക്കെ കൂട്ടുകാരെ, സോ ഓൾ ചിൽഡ്രൻ ഷുഡ് റൈറ്റ് ദിസ് കൺക്ലൂഷൻ പാർട്ട് ടു യുവർ EVS ഡയറി. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഈ ക്രോഡീകരണ പാർട്ട് നിങ്ങളുടെ പരിസര പഠന നോട്ട് പുസ്തകത്തിലേക്ക് എഴുതാൻ മറക്കില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അസൈൻമെൻറ്റ് ക്രോഡീകരിക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ബനിയൻ ട്രീ? ആൽമരത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നായിരുന്നു ചോദ്യം. ആൽമരത്തിൻ്റെ ഉപയോഗങ്ങൾ എന്നാണ് ചോദ്യമെങ്കിലും ഒരു മരത്തിൻ്റെ എല്ലാ ക്വാളിറ്റികളും ആൽമരത്തിൻ്റെതായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ദ ഫസ്റ്റ് വൺ ഈസ് പ്യുർ എയർ, റൈറ്റ്? The banyan tree gives fresh air for respiration, right? It gives fresh air for respiration, breathing for human beings and other organisms, right? Okay, then second is rest, right?
Yeah, it has a number of branches which form the resting place for birds and animals. Yeah, third one is shelter or nest. Okay, birds and other animals make nest on the branches of it, right? Then we can see shade. Yeah, banyan tree gives shade during daytime. The last point is food, right? The leaves as well as fruits form the food for living beings. അതേ കൂട്ടുകാരെ, നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നു, അല്ലേ? പക്ഷികൾക്കും മറ്റും വിശ്രമിക്കാൻ വേണ്ട സൗകര്യങ്ങൾ തരുന്നു. അതുപോലെ കൂട് വെക്കാനും പാർപ്പിടമൊരുക്കാനും ഷെൽട്ടർ, അല്ലേ? ഒരുപാട് ജീവികൾ മരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഒരു മരം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ. ശരിയല്ലേ? പിന്നെ പകൽ സമയത്ത് നല്ല സൂര്യൻ ഉദിച്ച സമയത്ത് നമുക്ക് തണലൊരുക്കി ഷെയ്ഡ് ഒരുക്കി നമുക്ക് വേണ്ട കുളിർ പ്രദാനം ചെയ്യാനും മരത്തിന് കഴിയും. അതുപോലെ തന്നെ ഫുഡ്, അല്ലേ? തൻ്റെ ഇലകളിലൂടെ അതുപോലെ തന്നെ പഴങ്ങളിലൂടെയൊക്കെ നമ്മൾ മറ്റ് ജീവികൾക്ക് ഭക്ഷണം ഫ്രൂട്ട്സായിട്ട് ഒരുക്കാൻ മറ്റും മരങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, യു ഹാവ് ടു റൈറ്റ് ദീസ് ഓൺ യുവർ EVS നോട്ട്ബുക്ക്. ഇതുപോലെ ചിത്രം വരച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഒരു സെൻറ്റൻസ് രൂപത്തിലേക്ക് എഴുതേണ്ട ഒരു സമയം വരികയാണെങ്കിൽ ഇതിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഈ 5 പോയിന്റുകളും എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതിയാകും. പക്ഷേ 4ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഈ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കണം. ആവശ്യമെങ്കിൽ മാത്രം അത് നിങ്ങളുടെ ഭാഷയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ കൂട്ടുകാരെ, ഇനി സോർട്ട് ചെയ്യാനുള്ളതാണ്. തരംതിരിക്കുക. ബയോട്ടിക് ആൻഡ് ഈ ബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് എന്നും ഈ ബയോട്ടിക് എന്നും രണ്ടായിട്ട് താഴെ കൊടുത്ത എല്ലാം നിങ്ങൾ തരംതിരിക്കുകയാണ് വേണ്ടത്. ഫിഷ്, വാട്ടർ, ബനിയൻ ട്രീ, ലോട്ടസ്, റോക്ക്, എയർ, ഫ്രോഗ്, വാട്ടർ സ്നേക്ക്, ലൈറ്റ്, tortoise, soil and vines. Let me ask you first, you remember what is biotic and abiotic factors? Yeah, things that have life are biotic factors. Things that don't have life are abiotic factors. Okay. ജീവനുള്ള ഘടകങ്ങളെല്ലാം ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജൈവിക ഘടകങ്ങളെന്നും ജീവനില്ലാത്ത ഘടകങ്ങളെല്ലാം ഈ ബയോട്ടിക് അഥവാ അജൈവിക ഘടകങ്ങളെന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, here there are biotic factors: fish, banyan tree, lotus, frog, light. Wait, light is not a biotic factor. Okay, we know that it has no life, right? So light is abiotic factor. Then tortoise and vines, that all are correct. Congrats. Then let's see abiotic factors: water, rock, air, light and soil. That's absolutely correct. We know that things that don't have life are abiotic factors. Very good. So friends, don't forget to write your EVS diary. Do it right now. Dear children, do you imagine fish without water? കുട്ടികൾ, നിങ്ങൾക്ക് മത്സ്യത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ വെള്ളമില്ലാതെ? കഴിയില്ല അല്ലേ? അതിന് കാരണം എന്താ? യാ, ദാറ്റ്സ് റൈറ്റ് ആൻസർ. അതായത് വെള്ളമില്ലാതെ മത്സ്യത്തിന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മത്സ്യം എന്ന് പറയുന്ന ഫിഷ് അതെന്താണ്? ബയോട്ടിക്കാണോ ഈ ബയോട്ടിക്കാണോ? യാ, ബയോട്ടിക് ഫാക്ടറാണ്. അപ്പോൾ വെള്ളം ഈ ബയോട്ടിക് ഫാക്ടറാണ് അല്ലേ? So friends, we understand that
there is a interdependence between biotic and abiotic factors അല്ലേ? അതായത് ജൈവിക അജൈവിക ഘടകങ്ങൾ തമ്മിലൊരു പരസ്പര ബന്ധം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വെള്ളമില്ലാതെ ഫിഷിന് ജീവിക്കാൻ കഴിയാത്തത്. മനസ്സിലായല്ലോ? അങ്ങനെ ഒരുപാട് ജൈവിക അജൈവിക ഘടകങ്ങളുടെ ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായിരുന്നു നിങ്ങൾക്ക് അവസാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെൻറ്റ്, റൈറ്റ്? ഫിഷ് നമുക്കറിയാം വെള്ളത്തിൽ ജീവിക്കുന്നു. ഇറ്റ് ടേക്സ് ദ സ്മോൾ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ വാട്ടർ ആസ് ഇറ്റ്സ് ഫുഡ്, റൈറ്റ്? വെള്ളത്തിലുള്ള ചെറിയ ജീവികളെ തന്നെ കഴിച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വിശപ്പടക്കുന്നത്. ദെൻ വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഹാബിറ്റേറ്റ് ഫോർ ദ അക്വാറ്റിക് ഓർഗാനിസംസ്. ജലജീവികൾക്ക്, അത് പ്ലാന്റ് ആവട്ടെ ആനിമൽസ് ആവട്ടെ അക്വാറ്റിക് ഓർഗാനിസമായിട്ടുള്ള ജലജീവികളായിട്ടുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു പരിസ്ഥിതി വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ദെൻ ബനിയൻ ട്രീ, ഇറ്റ് മേക്സ് ദ സോയിൽ ഫെർട്ടൈൽ. ഇറ്റ് ഹെൽപ്സ് ടു റിറ്റെയിൻ വാട്ടർ ഇൻ സോയിൽ. അതെ, അതായത് നമ്മുടെ മണ്ണ് വളക്കൂറുള്ളതാക്കാനും അതുപോലെ വെള്ളം മണ്ണിലേക്ക് വേണ്ട രീതിയിൽ ഇറങ്ങാനും അത് ബനിയൻ ട്രീ സഹായിക്കുന്നു. ദെൻ ലോട്ടസ് ലീവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നു താമര. ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഹണി ബീസ് ആൻഡ് ബീറ്റിൽസ്. അതെ, ഹണി ബീസിനും ബീറ്റിൽസിനൊക്കെ ഫുഡ് എന്ത് ചെയ്യുന്നു? ലോട്ടസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലേ? ഹണി കൊടുത്തുകൊണ്ട്. ദെൻ റോക്ക്, ഇറ്റ് പ്രൊവൈഡ്സ് ഹാബിറ്റാറ്റ് ഫോർ സ്മോൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതെ, ചെറിയ ചെറിയ പ്ലാന്റുകൾക്കും ജീവികൾക്കും നല്ലൊരു പരിസ്ഥിതി റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എയർ, ഇറ്റ് പ്രൊവൈഡ്സ് എയർ ഫോർ ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ടു എൻഷുർ ഇറ്റ്സ് സസ്റ്റനൻസ്. അതായത് എല്ലാ ജീവികൾക്കും അവരുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്ന ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന വായു ആണ് എയർ പ്രദാനം ചെയ്യുന്നത്, അല്ലേ? എയറില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ദെൻ ഫ്രോഗ്, ഇറ്റ് ലിവ്സ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, അല്ലേ? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഫ്രോഗ്. അപ്പോൾ എന്താണ്? കരയായാലും വെള്ളമായാലും അതിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻസെക്ട്സ് ഫോർ ഇറ്റ്സ് ഫുഡ്. അതെ, ഇൻസെക്ട്സിനെ പിടിച്ചുകൊണ്ട്, അതായത് ചെറിയ പ്രാണികളെ പിടിച്ചിട്ട് അവയാണ് അത് ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്നത്. അതായത് അവയെ പിടിച്ചാണ് അത് ഭക്ഷിക്കുന്നതും നിലനിൽക്കുന്നതും. ദെൻ വാട്ടർ സ്നേക്ക്, ഇറ്റ് ലിവ്സ് ഇൻ വാട്ടർ ആൻഡ് മേക്സ് യൂസ് ഓഫ് സ്മോൾ ആനിമൽസ് പ്രസൻറ്റ് ഇൻ വാട്ടർ ആസ് ഇറ്റ്സ് ഫുഡ്, അല്ലേ? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണല്ലോ വാട്ടർ സ്നേക്ക്. അതിലെ ചെറിയ ജലജീവികളെ പിടിച്ച് ഭക്ഷിച്ചാണ് അത് ജീവിക്കുന്നത്. ദെൻ ലൈറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ബയോട്ടിക് ഫാക്ടർ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സസ്റ്റനൻസ് ഓഫ് ഓർഗാനിസംസ്. അതെ, ജൈവികപരമായിട്ടുള്ള നിലനിൽപ്പിന് സൂര്യൻ്റെ പ്രകാശരശ്മികൾ കൂടിയേ തീരുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ആനിമൽസ് ടു സീ. അതെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണാനും മൂവ് ആൻഡ് ക്യാച്ച് സ്പ്രേ. ഇരയെ പിടിക്കാനൊക്കെ കണ്ണ് കാണണ്ടേ? ചലിക്കാനൊക്കെ നമുക്ക് കണ്ണ് കാണണ്ടേ? അതൊക്കെ പ്രദാനം ചെയ്യുന്നത് ഈ ലൈറ്റാണ്. ദെൻ ടോർട്ടോയ്സ്, ഇറ്റ് ലിവ്സ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് സ്മോൾ വാട്ടർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫുഡ്, അല്ലേ? അതായത് നമ്മുടെ ഫ്രോഗിനെ പോലെ തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് ടോർട്ടോയ്സ്. അത് ചെറിയ ജലജീവികളെയും ചെടികളുമെല്ലാം ഭക്ഷിച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. ദെൻ സോയിൽ, മണ്ണ്, helps in holding plants firmly on its surface. It helps in the growth of the plants. It provides habitat for small animals. അതായത് മണ്ണ് എന്താണ്? എങ്ങനെയാണ് പ്ലാന്റ്സിന് അവരുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്ന അല്ലെങ്കിൽ തറയിൽ നിൽക്കാൻ സാധ്യമാക്കുന്നത് മണ്ണാണ്, അല്ലേ? അത് അവ വളരാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ മണ്ണിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനും പ്ലാന്റിനെ സഹായിക്കുന്നതാണ് സോയിൽ ആണല്ലോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾക്ക് നല്ല ജീവിക്കാനുള്ള പരിസ്ഥിതി ഒരുക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട് മണ്ണ്, അല്ലേ? ദെൻ വൈൻസ്. എന്താണ് വൈൻസ് എന്ന് പറഞ്ഞാൽ?
വൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്തിരിവള്ളി. For its growth, it depends on trees and shrubs. It provides habitat and food for certain organisms. അല്ലേ? അതായത് ഈ വള്ളികൾ നമുക്കറിയാം, അതിപ്പോൾ മുന്തിരിവള്ളിയാണെങ്കിലും മറ്റേത് വള്ളിയാണെങ്കിലും നമുക്കറിയാം മത്തൻ വള്ളിയുണ്ട്, അല്ലേ, ഫാഷൻ ഫ്രൂട്ട്സ് വള്ളിയാണ്. ഈ വള്ളികളെല്ലാം തന്നെ വളരുന്നതിന് വേണ്ടി മരങ്ങളെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശ്രബ്സുകളെയോ ഒക്കെയാണ് ആശ്രയിക്കുന്നത്, അല്ലേ? അതെന്ത് ചെയ്യുന്നുണ്ട്? ചില ജീവികൾക്ക് ഫുഡായിട്ടും മറ്റും നല്ല ഒരു പരിസ്ഥിതി തന്നെയാണ് ഇത്തരം വള്ളികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇറ്റ് വാസ് ദ ലാസ്റ്റ് അസൈൻമെൻറ്റ് ഫോർ യു. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ അവസാനത്തെ അസൈൻമെൻറ്റായിട്ട് എനിക്ക് തന്നിരുന്നത്. അതാണിപ്പോൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തത്. സോ നമ്മൾ ചെയ്യുന്നത് എല്ലാ ക്ലാസ് കൺക്ലൂഷൻസും യു ഹാവ് ടു റൈറ്റ് ഓൺ യുവർ EVS ഡയറി. ഓക്കെ? അപ്പോൾ അത് നിങ്ങളുടെ EVS ഡയറിയിൽ ഉണ്ടാവണം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, സംസാരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നോളജ് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും ഉറപ്പിക്കേണ്ടതും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ കൺക്ലൂഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് മാത്രമായിരുന്നു. അടുത്ത ക്ലാസ് നമ്മൾ ഉടൻ വരുന്നതാണ്. അതിലായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെടുത്ത ഈ ക്ലാസ് ഇതിൻ്റെ കൺക്ലൂഷൻസ് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. സോ ഫ്രണ്ട്സ്, ബൈ ഫോർ നൗ.